എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ മുംബൈ ഇന്ത്യൻസ് ആരാധകരുടെ ആഹ്ലാദ പ്രകടനങ്ങളും വിജയത്തിന്റെ വെടിക്കെട്ടുകളും അലയടിക്കുമ്പോൾ മറുഭാഗത്ത് ഗുജറാത്ത് ടൈറ്റൻസിന്റെ ക്യാമ്പിൽ തളം കെട്ടി നിന്നത് കനത്ത ശ്മശാനമൂകതയായിരുന്നു. IPL 2026 ആവേശം വാനോളമുയർന്ന 30ാം മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസിൽ നിന്ന് ഏറ്റുവാങ്ങിയ ദയനീയവും ഹൃദയഭേദകവുമായ തോൽവിക്ക് ശേഷം ഗുജറാത്ത് ടൈറ്റൻസ് നായകൻ ശുഭ്മാൻ ഗിൽ നടത്തിയ വെളിപ്പെടുത്തലുകൾ ഓരോ ക്രിക്കറ്റ് പ്രേമിയെയും പ്രത്യേകിച്ച് ഗുജറാത്ത് ആരാധകരെയും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്നതായിരുന്നു. നാണം കെട്ട ഈ പരാജയത്തിലുള്ള അതിയായ ദുഃഖം രേഖപ്പെടുത്തുക മാത്രമല്ല, തിലക് വർമ്മയുടെ ആ വിനാശകരമായ ഇന്നിംഗ്സിനെയും സ്വന്തം ടീമിന്റെ തന്ത്രപരമായ പിഴവുകളെക്കുറിച്ച് ഗിൽ തുറന്നടിച്ചത് ഏവരെയും അമ്പരപ്പിച്ചു. രോമാഞ്ചമുണ്ടാക്കുന്ന ആ വാക്കുകളിലൂടെ, വേദന നിറഞ്ഞ ആ പ്രതികരണത്തിന്റെ ഓരോ അംശങ്ങളിലൂടെയുമുള്ള ഒരു യാത്രയാണിത്. അഹമ്മദാബാദിലെ കൂറ്റൻ മൈതാനത്ത് മുംബൈയോടേറ്റ കനത്ത പ്രഹരത്തിനു ശേഷം പോസ്റ്റ് മാച്ച് പ്രസന്റേഷനായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയ ശുഭ്മാൻ ഗില്ലിന്റെ മുഖത്ത് കടുത്ത നിരാശയും ക്യാപ്റ്റൻസിയുടെ അതിസമ്മർദ്ദവും നിഴലിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ തളം കെട്ടി നിന്ന ശൂന്യത അവിടെ ഉണ്ടായിരുന്ന ഓരോ മാധ്യമപ്രവർത്തകനും ക്യാമറകൾക്കും വളരെ വ്യക്തമായി ഒപ്പിയെടുക്കാൻ കഴിയുമായിരുന്നു. തോൽവിയുടെ അസഹനീയമായ ഭാരം ചുമലിലേറ്റി മാനസികമായി പൂർണ്ണമായും തകർന്ന നിലയിലായിരുന്നു അദ്ദേഹം. മൈക്കിനു മുന്നിലെത്തിയ ഗിൽ ഉള്ളിലെ സങ്കടങ്ങളെല്ലാം പുറന്തള്ളാൻ എന്നവണ്ണം ആദ്യം ഒരു ദീർഘനിശ്വാസമെടുത്തു. പിന്നീട് തൊണ്ടയിടറിക്കൊണ്ട് വിറയർന്ന ശബ്ദത്തിൽ അദ്ദേഹം പറഞ്ഞ ഓരോ വാക്കുകളും ഗുജറാത്ത് ടൈറ്റൻസിന്റെ വിശ്വസ്തരായ ആരാധകരുടെ ഹൃദയം പിളർക്കുന്നതായിരുന്നു. അങ്ങേയറ്റം വേദനയോടെ ഗിൽ പറഞ്ഞു തുടങ്ങി. പൂർണ്ണമായ സത്യസന്ധതയോടെ ഞാൻ ഇന്നിവിടെ തുറന്നു പറയട്ടെ, ശ്വാസമടക്കി പിടിച്ചിരുന്ന ഈ ഹൈ വോൾട്ടേജ് മത്സരത്തിൽ ഞങ്ങൾക്കേറ്റ ഈ നാണം കെട്ട തോൽവി ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ എനിക്ക് മാത്രമല്ല, കോച്ചിംഗ് സ്റ്റാഫിനും മുഴുവൻ ഗുജറാത്ത് ടീമിനും ഉൾക്കൊള്ളാൻ കഴിയാത്തത്ര വേദനാജനകമാണ്. ഇത് പോയിന്റ് പട്ടികയിലെ വെറും ഒരു സാധാരണ തോൽവിയല്ല, മറിച്ച് നമ്മുടെ സ്വന്തം തട്ടകമായ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിന്റെ അഭിമാനത്തിനും നമ്മുടെ ആത്മാഭിമാനത്തിനുമേറ്റ ആഴത്തിലുള്ള മുറിവാണ്. വരാനിരിക്കുന്ന പല മത്സരങ്ങളിലും ഈ മുറിവ് ഞങ്ങളെ വേട്ടാടിക്കൊണ്ടിരിക്കും. ബോളിംഗിലെ കൃത്യതയായാലും ബാറ്റിംഗിലെ സംയമനമായാലും ഫീൽഡിംഗിലെ ചുറുചുറുക്കായാലും കളിയുടെ സമസ്ത മേഖലകളിലും ഞങ്ങൾക്ക് സംഭവിച്ചത് ഒരിക്കലും പൊറുക്കാനാവാത്തതും പരിഹരിക്കാൻ കഴിയാത്തതുമായ വലിയ അടിസ്ഥാന പിഴവുകളാണെന്ന് ലോകത്തിനു മുന്നിൽ ഞാൻ ഇന്ന് ഭാരപ്പെട്ട മനസ്സോടെ അംഗീകരിക്കുന്നു. സ്വന്തം ടീമിന്റെ ബാറ്റിംഗ് തകർച്ചയെക്കുറിച്ച് അങ്ങേയറ്റം നിരാശയോടെ ഗിൽ വിശദീകരിച്ചു. ശക്തമെന്ന് കരുതിയിരുന്ന ഞങ്ങളുടെ മുൻനിര ഒരു ദുർബലമായ കെട്ടിടം കണക്കെ ചീട്ടുകൊട്ടാരം പോലെയാണ് ഇന്ന് തകർന്നടിഞ്ഞത്. മത്സരത്തിന്റെ ആദ്യ പന്തിൽ തന്നെ ഞങ്ങളുടെ ഏറ്റവും വിശ്വസ്തനായ സായി സുദർശൻ പുറത്തായത് ഞങ്ങൾക്ക് ഭയാനകമായൊരു തുടക്കമായിരുന്നു. തൊട്ടുപിന്നാന് പരിചയം സമ്പന്നനായ ജോസ് ബട്ട്ലർ കൂടി പെട്ടെന്ന് മടങ്ങിയതോടെ അതൊരു ഇരട്ട പ്രഹരമായി മാറി. അവിടെ നിന്ന് മാനസികമായി കരകയറാൻ പിന്നീട് ഞങ്ങൾക്ക് ഒരിക്കലും കഴിഞ്ഞില്ല. 200 റൺസ് പോലൊരു ഹിമാലയൻ ലക്ഷ്യം പിന്തുടരുമ്പോൾ അതിശക്തവും ആക്രമണോത്സവവുമായ ഒരടിത്തറ അത്യന്താപേക്ഷിതമാണ്. എന്നാൽ കൈപ്പേറിയ സത്യമെന്തെന്നാൽ പവർ പ്ലേയിലെ ആദ്യ 6 ഓവറുകൾക്കുള്ളിൽ തന്നെ ഞങ്ങൾ ഈ മത്സരം മാനസികമായി തോറ്റു. മുംബൈ ബോളർമാരുടെ സമ്മർദ്ദത്തെ അതിജീവിക്കാനോ ഇന്നിംഗ്സ് കെട്ടിപ്പടുക്കാനോ ഞങ്ങൾക്ക് പൂർണ്ണമായും കഴിഞ്ഞില്ല എന്നതിന്റെ ഫലം ഇന്ന് ലോകത്തിനു മുന്നിലുണ്ട്. ഭാവി തന്ത്രങ്ങളെക്കുറിച്ച് ഗൗരവതരമായ സ്വരത്തിൽ അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇനി വളരെ ആഴത്തിലുള്ള ഒരു ആത്മപരിശോധന ഞങ്ങൾക്ക് ആവശ്യമാണ്. IPL പോലൊരു കടുപ്പമേറിയ ടൂർണമെന്റിൽ ഇത്ര അലസവും ദിശാബോധമില്ലാത്തതുമായ പ്രകടനവുമായി മുന്നോട്ടു പോകാനാവില്ലെന്ന് ഞങ്ങൾ തിരിച്ചറിയണം. വരാനിരിക്കുന്ന മത്സരങ്ങൾക്കായി ഞങ്ങളുടെ തന്ത്രങ്ങൾ ആദ്യം മുതൽ മാറ്റിയെഴുതേണ്ടതുണ്ട്. മധ്യ ഓവറുകളിൽ ഞങ്ങളുടെ ബോളർമാർക്ക് അച്ചടക്കം പൂർണ്ണമായും നഷ്ടപ്പെട്ടു. ഇത് എതിർ ബാറ്റ്സ്മാൻമാർക്ക് സ്വതന്ത്രമായി സ്കോർ ചെയ്യാൻ അവസരമൊരുക്കി. അതോടൊപ്പം ഗുജറാത്ത് ടൈറ്റൻസ് ലോകമെമ്പാടും അറിയപ്പെടുന്ന ആ ഊർജ്ജസ്വലത ഫീൽഡിംഗിലും ഇന്ന് കാണാനില്ലായിരുന്നു. വരും മത്സരങ്ങളിൽ ഈ അടിസ്ഥാന പിഴവുകൾ വേരോടെ പിഴുതെറിഞ്ഞ് പുതിയ ഊർജ്ജവും പുതിയ ചിന്തയും തീവ്ര ആക്രമണോത്സവതയുമായി വേണം ഞങ്ങൾ കളത്തിലിറങ്ങാൻ. പ്ലേ ഓഫ് സ്വപ്നങ്ങൾ സജീവമായി നിലനിർത്താൻ വരും നാളുകളിൽ അസാധാരണ പ്രകടനം തന്നെ കാഴ്ചവെക്കേണ്ടതുണ്ടെന്ന് ഗില്ലിന്റെ വാക്കുകളും കണ്ണുകളിലെ നിരാശയും അടിവരയിടുന്നു. തുടർന്ന് സ്വന്തം തോൽവിയുടെ കയ്പ് മാറ്റിവെച്ചുകൊണ്ട് മുംബൈ ഇന്ത്യൻസിന്റെ യുവതാരം തിലക് വർമ്മയുടെ ചരിത്രവും മാന്ത്രികവും വിനാശകരവുമായ ഇന്നിംഗ്സിനെ തുറന്ന മനസ്സോടെ ഗിൽ പ്രശംസിച്ചു. കായികക്ഷമതയെയും കളിയോടുള്ള ബഹുമാനത്തെയും മുൻനിർത്തി അദ്ദേഹം പറഞ്ഞു, ഇന്ന് മൈതാനത്ത് തിലക് വർമ്മ കാഴ്ചവെച്ച ബാറ്റിംഗ് പ്രകടനം സമാനതകളില്ലാത്തതും അവിശ്വസനീയവുമായിരുന്നു. തിലക്കിന്റെ ആ അപരാജിത സെഞ്ചുറിയാണ് മുംബൈ ഇന്ത്യൻസിന്റെ ഉജ്ജ്വല വിജയത്തിനും ഞങ്ങളുടെ നാണംകെട്ട തോൽവിക്കുമിടയിലുള്ള ഏറ്റവും വലിയ നിർണായക ഘടകം. ലോകത്തിലെ ഏറ്റവും അപകടകരനായ റാഷിദ് ഖാൻ, കഗീസോ റബാഡ, മുഹമ്മദ് സിറാജ് തുടങ്ങിയ ബോളർമാരെ തിലക് നേരിട്ടത് അങ്ങേയറ്റം നിർഭയത്വത്തോടെയും മാനസിക കരുത്തോടെയുമായിരുന്നു. ഞങ്ങളുടെ ആസൂത്രിതമായ ബോളിംഗ് ആക്രമണത്തെ അയാൾ പൂർണ്ണമായും നിർവീര്യമാക്കുകയും ഞങ്ങളെ നിസ്സഹായരാക്കുകയും ചെയ്തു. തിലക്കിന്റെ ഇന്നിംഗ്സിന്റെ സാങ്കേതിക വശങ്ങളെക്കുറിച്ച് ഗിൽ വാചാലനായി.
തന്റെ ഇന്നിംഗ്സിലുടനീളം ഏകദേശം 224 എന്ന അവിശ്വസനീയമായ സ്ട്രൈക്ക് റേറ്റ് നിലനിർത്താൻ തിലകിന് കഴിഞ്ഞു. അതിന്റെ പിൻബലത്തിലാണ് മുംബൈ ഇന്ത്യൻസ് 199 എന്ന ഭയപ്പെടുത്തുന്ന ഹിമാലയൻ സ്കോറിലെത്തിയത്. ആ സ്കോർ ബോർഡിലെത്തിയപ്പോൾ തന്നെ മത്സരത്തിന്റെ മാനസിക സമ്മർദ്ദം ഞങ്ങളുടെ ടീമിനെ പൂർണ്ണമായും കീഴടക്കി. തിലകിന്റെ ഷോട്ടുകളിലെ ആ കൃത്യതയും ശക്തിയും ലോകത്തെ ഒരു മൈതാനത്തും തടഞ്ഞു നിർത്താൻ ഞങ്ങളുടെ ഒരു ബോളർക്കും കഴിയുമായിരുന്നില്ല. ഇന്നത്തെ മത്സരത്തിലെ ഏക എക്സ് ഫാക്ടർ തിലക് വർമ്മയുടെ ആ കൊടുങ്കാക്കി സെഞ്ചുറി തന്നെയായിരുന്നു എന്ന് പറയാൻ എനിക്ക് യാതൊരു മടിയുമില്ല. മത്സരത്തിന്റെ മുഴുവൻ ഗതിയും ആവേശവും ഗുജറാത്ത് ടൈറ്റൻസിന്റെ കൈകളിൽ നിന്ന് അയാൾ തനിച്ചു തട്ടിയെടുത്ത് വളരെ ബുദ്ധിപരമായും ആക്രമണോത്സവതയോടെയും മുംബൈയുടെ മടിത്തട്ടിലേക്കിട്ട് തന്നു. പിന്നീട് തിരിച്ചുവരാനുള്ള ഒരവസരവും ഞങ്ങൾക്ക് ലഭിച്ചില്ല. അങ്ങേയറ്റം വികാരാധീനനായി ഗിൽ തുടർന്നു. IPL പോലൊരു വലിയ ആഗോള വേദിയിൽ തിങ്ങി നിറഞ്ഞ സ്റ്റേഡിയത്തിന്റെ സമ്മർദ്ദങ്ങൾക്കിടയിൽ റബാഡയെയും സിറാജിനെയും പോലുള്ള ലോകോത്തര ബോളർമാർക്കെതിരെ ഒരു യുവതാരം ഇത്രയും നിർഭയമായി ബാറ്റ് ചെയ്യുമ്പോഴാണ് തോൽവിയുടെ സങ്കടം മറന്ന് എതിർ ടീം ക്യാപ്റ്റൻ എന്ന നിലയിൽ ആ പ്രതിഭയെ നമ്മൾ ബഹുമാനിച്ചു പോകുന്നത്. മൈതാനത്തിന്റെ എല്ലാ കോണുകളിലേക്കും 360 ഡിഗ്രി ശൈലിയിൽ അയാൾ ബൗണ്ടറികൾ പായിച്ച രീതി ഞങ്ങളുടെ മുഖ്യ ബോളർമാരുടെ ലൈനും ലെങ്തും മാത്രമല്ല, അവരുടെ മാനസിക സ്ഥിരതയും ആത്മവിശ്വാസവും കൂടിയാണ് തകർത്തുകളഞ്ഞത്. അക്കങ്ങളുടെ കളികൾക്കും തന്ത്രങ്ങൾക്കും അപ്പുറം ഒരു അസാധാരണ വ്യക്തിഗത പ്രതിഭയുടെ കൊടുങ്കാറ്റിൽ തകർന്നടിഞ്ഞുവെന്ന് ഈ വാക്കുകൾ സാക്ഷ്യപ്പെടുത്തുന്നു. സ്വന്തം തട്ടകത്തിൽ പരാജയത്തിന്റെ ഇരുട്ട് വീണെങ്കിലും ഇത്തരം അനിശ്ചിതത്വങ്ങളെ കൂടുതൽ ആവേശകരമാക്കുന്നത് ഇത്തരം പ്രതിഭകളാണെന്ന് അദ്ദേഹം തുറന്നു സമ്മതിച്ചു. ഒരു ക്യാപ്റ്റന്റെ നിരാശ എന്നതിനുപരി മഹത്തായ ഒരു സ്പോർട്സ്മാൻ നൽകുന്ന ആദരവായിരുന്നു ആ വാക്കുകളിൽ നിഴലിച്ചത്. പ്രസ് കോൺഫറൻസിന്റെ അവസാനത്തിൽ ഗിൽ മുംബൈ ഇന്ത്യൻസിനും ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യയുടെ തന്ത്രങ്ങൾക്കും അഭിനന്ദനങ്ങൾ അറിയിച്ചു. അഹമ്മദാബാദിൽ തിലക് വർമ്മ തീർത്ത ആ കൊടുങ്കാറ്റിലാണ് ഗുജറാത്തിന്റെ പ്രതീക്ഷകൾ അപ്പാടെ ഒലിച്ചുപോയത്. തിലകിന്റെ സെഞ്ചുറി ഗുജറാത്ത് ബോളർമാരുടെ മനോവീര്യം പൂർണ്ണമായും തകർത്തുവെന്ന ഗില്ലിന്റെ വാക്കുകൾ ആ ഇന്നിംഗ്സിന്റെ യഥാർത്ഥ ആഴം എത്രത്തോളം ഉണ്ടായിരുന്നുവെന്ന് ക്രിക്കറ്റ് ലോകത്തിന് കാണിച്ചു തരുന്നു. ഈ കനത്ത പരാജയത്തിന്റെ ചാരത്തിൽ നിന്ന്, തെറ്റുകളിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് ഗുജറാത്ത് ടൈറ്റൻസിന് വരും നാളുകളിൽ ഒരു ഫീനിക്സ് പക്ഷിയെപ്പോലെ ചിറകടിച്ചുയരേണ്ടതുണ്ട്. എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.